ഈ കാലഘട്ടവും ലോകവും ഇത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെച്ച കരുണയുടെ പാപ്പ വിട പറയുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിന് സഭയ്ക്കും എന്നും ഓർത്തുവെക്കാൻ 1000 സംഭവങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഈ ഒരു ചിത്രമാണ്. കൊറോണയുടെ കാലഘട്ടത്തിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ റോമൻ തെരുവിലൂടെ നിശബ്ദനായി പ്രാർത്ഥിച്ച് നടന്നു നീങ്ങുന്ന പാപ്പ, അതിലേറ്റവും പ്രധാനപ്പെട്ടതും തൻ്റെ ഏത് വിഷമസന്ധികളിലും തൻ്റെ ഹൃദയവികാരങ്ങൾ എപ്പോഴും പങ്കുവയ്ക്കുന്ന, തൻ്റെ സംസ്കാരം ഇവിടെ മതിയെന്ന് മരണപത്രത്തിൽ പോലും എഴുതിവെച്ച ആ ദേവാലയം, റോമിലെ മേരി മേജർ ബെസിലിക്കയിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥനയോടെ ചിലവഴിച്ച ഏതാനും സമയങ്ങൾ. അമ്മയുടെ മുമ്പിൽ മകൻ്റെ ദുഃഖങ്ങൾ പകർന്ന് പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് ഒരു തീർത്ഥാടകനെ പോലെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന പാപ്പയുടെ ആ ചിത്രം നവമാധ്യമങ്ങൾ അന്ന് ഏറ്റെടുത്തത്. തനിക്കെന്നും പ്രിയപ്പെട്ട ദേവാലയം തന്നെയാണ് മേരി മേജർ ബെസിലിക്ക. ലോകം മുഴുവനെയും ബാധിച്ച കൊറോണ രോഗബാധയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയും മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയും പാപ്പ ഈ ദേവാലയത്തിൽ വന്ന് അന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ വിദേശയാത്രകൾക്ക് മുൻപും തിരിച്ചു വന്നതിന് ശേഷവും തൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗമുക്തനായി തിരിച്ചു വന്നപ്പോഴും മാർപ്പാപ്പ ഓടിയെത്തിയ ദേവാലയമാണ് മേരി മേജർ ബെസിലിക്ക. അതുകൊണ്ട് തന്നെ ഈ ബെസിലിക്കയുമായി അഭേദ്യമായൊരു ബന്ധം മാർപ്പാപ്പ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുമുണ്ട്. ഇറ്റലിയിലെ ഏറ്റവും വലിയ മരിയൻ ദേവാലയമാണ് സെന്റ് മേരീസ് മേജർ ബെസിലിക്ക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഏക മേജർ ബെസിലിക്കയാണിത്. വിശുദ്ധ ലൂക്ക വരച്ചതായി വിശ്വസിക്കപ്പെടുന്ന റോമിലെ ജനങ്ങളുടെ സംരക്ഷക എന്ന മരിയൻ ചിത്രം ഈ ദേവാലയത്തിലാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേനയാണ് ഈ ചിത്രം വിശുദ്ധ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതും. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി ഗ്രിഗറി മാർപ്പാപ്പ പ്രതിഷ്ഠ നടത്തുകയും റോമിന്റെ സംരക്ഷകയായ മറിയത്തോട് മധ്യസ്ഥം യാചിക്കുകയും തൽഫലമായി റോമ പട്ടണം പ്ലേഗിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവുകയും ചെയ്തു. 1838 ഗ്രിഗറി 16 മാർപ്പാപ്പ റോമിൽ കോളറ പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി വീണ്ടും പ്രതിഷ്ഠ നടത്തുകയും മാതാവിൻ്റെ ശിരസിൽ കിരീടം അണിയിക്കുകയും ചെയ്തിരുന്നു. ഇതാ മേരി മേജർ ബെസിലിക്ക കാത്തിരിക്കുകയാണ് തൻ്റെ പുത്രന് അന്ത്യവിശ്രമം ഒരുക്കുവാൻ ആകാംക്ഷയോടെ.